ബംഗ്ലാദേശ് വീണ്ടും കലാപകലുഷിതമായി തിളച്ചുമറിയുകയാണ്. ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരി എന്ന ഹൈന്ദവ സന്യാസിയെ ധാക്ക പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ചിറ്റഗോങ്ങിൽ നടത്തിയ പ്രതിഷേധവും പോലീസ് സ്റ്റേഷൻ മാർച്ചുമൊക്കെയാണ് ഇപ്പോൾ രൂക്ഷമായ സംഘർഷമായി മാറിയിരിക്കുന്നത്. അതേ തുടർന്ന് ഇസ്ലാമിക കലാപകാരികൾ ചിറ്റഗോങ് ഫിരിംഗി ബസാറിലെ ലോക്നാഥ് ക്ഷേത്രം നശിപ്പിക്കുകയും ബംഗ്ലാദേശിലുടനീളം കലാപം വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. സ്വാമി ചിന്മയ് കൃഷ്ണദാസിന് ചിറ്റഗോങ് കോടതി ജാമ്യം നിഷേധിച്ച് ജയിലിലേക്ക് അയച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശ് സുരക്ഷാ സേനയും ചിന്മയ് ദാസിന്റെ അനുയായികളും തമ്മിലുള്ള അക്രമാസക്തമായ ഏറ്റുമുട്ടലിൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെയാണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളായത്. ഇതുമായി ബന്ധപ്പെട്ട് ചിറ്റഗോങ്ങിൽ നടത്തിയ റെയ്ഡുകളിൽ 20 പേരെയെങ്കിലും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ അർദ്ധരാത്രി വരെ പതർഘട്ട, മത്രപോറ്റി, അണ്ടർകില്ല, ഹസാരി ഗോലി പ്രദേശങ്ങളിൽ നടത്തിയ ഓപ്പറേഷനിലാണ് അറസ്റ്റ് നടന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. എന്നാൽ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് അഴിഞ്ഞാടിയ ഇസ്ലാമിക കലാപകാരികൾ ഫിരംഗി ബസാറിലെ ലോക്നാഥ് ക്ഷേത്രം കൂടാതെ മൻസ മാതാ ക്ഷേത്രം, ഹസാരി ലൈനിലെ കാളിമാതാ ക്ഷേത്രങ്ങൾ കൂടി തകർത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹിന്ദുമത പ്രഭാഷകൻ എന്ന നിലയിൽ വളരെ കാലമായി ജനപ്രീതി നേടിയിട്ടുള്ള ചിന്മയ് കൃഷ്ണദാസ് സന്യാസി ചിറ്റഗോങ്ങിലെ പുണ്ടരിക് ധാം എന്ന പേരിൽ ഒരു ഹൈന്ദവ മതപഠന കേന്ദ്രത്തിന് നേതൃത്വം നൽകി വരികയായിരുന്നു. 2016 മുതൽ 2022 വരെ ചിറ്റഗോങ് ഡിവിഷണൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം 2007 മുതൽ ഹതസാരിയിലെ പുണ്ടരിക് ധാമിന്റെ പ്രിൻസിപ്പലായും പ്രവർത്തിക്കുന്നു. ഈ സന്യാസിയെ ധാക്ക മെട്രോപൊളിറ്റൻ പോലീസിന്റെ ഡിറ്റക്റ്റീവ് ബ്രാഞ്ച് തിങ്കളാഴ്ച ഹസ്രത്ത് ഷാജലാൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ തടഞ്ഞുവെക്കുകയും പിന്നീട് മയക്കുമരുന്ന് കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. അതിനുശേഷമാണ് ബംഗ്ലാദേശിന്റെ ദേശീയ പതാകയുടെ മുകളിൽ ഹൈന്ദവ സംഘടനയുടെ പതാക ഉയർത്തിയെന്ന് മറ്റൊരു കുറ്റം ആരോപിച്ച് രാജ്യദ്രോഹ കുറ്റം കൂടെ ചുമത്തി ചിന്മയ്ക്കെതിരെ കേസെടുത്തത്. സന്യാസിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റഗോങ്ങിൽ ആയിരക്കണക്കിന് ഹൈന്ദവർ കോടതി പരിസരത്ത് തടിച്ചുകൂടിയതിനെ തുടർന്നാണ് കലാപം ആരംഭിച്ചത്. കോടതി ജാമ്യാപേക്ഷ തള്ളുകയും ജയിലിലേക്ക് അയക്കാൻ ഉത്തരവിടുകയും ചെയ്തതിനെ തുടർന്ന് അവർ ജയിൽ വാൻ തടയുകയും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ ശക്തമാക്കുകയുമായിരുന്നു. അതാണ് പിന്നീട് ഇസ്ലാമിസ്റ്റുകൾ ഏറ്റെടുത്ത് വർഗീയ കലാപമാക്കി മാറ്റിയത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അട്ടിമറിക്കാൻ നടത്തിയ ന്യൂനപക്ഷ അവകാശങ്ങളെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റ് വലിയ പ്രതിസന്ധി ആയി മാറിയത്. ബംഗ്ലാദേശിലെ 170 ദശലക്ഷം ജനങ്ങളിൽ ഇപ്പോൾ ഏകദേശം 8% ഹിന്ദുക്കളാണ് അവശേഷിക്കുന്നത്. മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള സൈനിക പിന്തുണയുള്ള ഇടക്കാല സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആസൂത്രിതമായി അക്രമങ്ങൾ അഴിച്ചുവിടുകയാണെന്ന വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. അതിനിടെ ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരി അംഗമായ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന ഇസ്കോണിനെ മതമൗലികവാദ സംഘടനയായി ബംഗ്ലാദേശ് സർക്കാർ വിശേഷിപ്പിച്ചു. ഇസ്കോണിനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതിയിൽ നടപടികൾ നടന്നുവരികയാണ്. ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിയുടെ അറസ്റ്റിനെ അപലപിക്കുകയും ഹിന്ദുക്കളുടെയും മറ്റെല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് അധികൃതരെ വിളിക്കുകയും ചെയ്ത ഇന്ത്യയുടെ നിലപാടുകളെ തള്ളിയ യൂനുസ് സർക്കാർ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ പീഡനം ധാക്കയുടെ ആഭ്യന്തര കാര്യമാണെന്ന മട്ടിൽ പ്രതികരിക്കുകയും ഇന്ത്യയുടെ ആശങ്കകൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും അത് സൗഹൃദത്തിന്റെ ആത്മാവിന് വിരുദ്ധമാണെന്നും പ്രസ്താവിച്ചിരിക്കുകയാണ്. തിണ്ണമിടുക്കിന്റെ ആധിക്യത്തിൽ കാലങ്ങളായി ബംഗ്ലാദേശിൽ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടിത ആക്രമണങ്ങളിൽ ശിഥിലമാക്കപ്പെട്ട ഹിന്ദുക്കൾ പ്രതിഷേധിക്കാൻ തുടങ്ങിയതിനെ തുടർന്നാണ് സമീപകാല പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. താക്കൂർഗാവിൽ പ്രതിഷേധിച്ച ഹിന്ദു ന്യൂനപക്ഷങ്ങളെ ബംഗ്ലാദേശ് സൈന്യം ആക്രമിക്കുകയും ഹൈന്ദവ സമൂഹത്തിന്റെ ഈ ചെറുത്തുനിൽപ്പിന്റെ കാരണക്കാരനെന്ന് മുദ്രകുത്തി അവരുടെ ആധ്യാത്മിക നേതാവായ സ്വാമിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു എന്നാണ് വാർത്തകൾ. എന്തായാലും ഇന്ത്യയിൽ ഇരവാദം മുഴക്കുന്നവർ ബംഗ്ലാദേശിലെ സർക്കാർ അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന മനോഭാവം വീക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോഴാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് ശരിയായ ധാരണ ലഭിക്കുക.